കാഞ്ചിയാർ മറ്റപ്പള്ളി കാവടിക്കവല മേഖലകളിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത് ജനജീവിതത്തിന് പ്രതിസന്ധിയാവുന്നു. കഴിഞ്ഞ ദിവസം കാവടിക്കവല ഭാഗത്ത് കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷിദേഹങ്ങൾ നശിപ്പിച്ചു. മറ്റപ്പള്ളി മുതൽ 1 കിലോമീറ്ററോളം ഭാഗത്ത് വനംവകുപ്പ് ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ബാക്കി ഭാഗത്ത് കൂടി അടിയന്തരമായി ഫെൻസിംഗ് സ്ഥാപിച്ച് കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. വനമേഖലയുമായി അതിർത്തി പങ്കിടുന്ന മേഖലയാണ് കാഞ്ചിയാർ പഞ്ചായത്തിലെ മറ്റപ്പള്ളി കാവടിക്കവല മേഖലകൾ. ഇവിടെ ഒരു ഭാഗത്ത് വനം വകുപ്പിന്റെ തേക്ക് പ്ലാന്റേഷനാണ് ഉള്ളത്, മറുഭാഗം ജനവാസ മേഖലയും. വർഷങ്ങളായി വിവിധ സമയങ്ങളിൽ ഈ ഭാഗത്ത് കാട്ടാന ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് കണക്കിലെടുത്ത വനം വകുപ്പ് മറ്റപ്പള്ളി മുതൽ 1 കിലോമീറ്റർ 200 മീറ്റർ ഭാഗത്ത് കഴിഞ്ഞ നാളിൽ സോളാർ വൈദ്യുതി വേലി സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇതിന്റെ ബാക്കി ഭാഗവും വനമേഖലയും ജനവാസ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ ഭാഗത്തുകൂടി അടിയന്തരമായി സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ച കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള സാഹചര്യം വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഇപ്പോൾ നിരന്തരമായിട്ടും ഈ കാവടിക്കവല ഭാഗത്തും അതുപോലെ തന്നെ മറ്റപ്പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ദിവസങ്ങളായിട്ട് ആനശല്യം ഇങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുക. ജനവാസ മേഖലയിലും പറമ്പിലൊക്കെ കയറി വാഴയൊക്കെ ഒടിച്ച് തിന്ന് ഇങ്ങനെ ജനങ്ങളെ കണ്ടാലൊന്നും ഒരു കൂസലും ഇല്ല. അതുപോലെ ശല്യമായിട്ടുണ്ട് മുഴുവൻ ഭാഗവും. അതായത് ഈ കാവടിക്കവല കേന്ദ്രീ ഭാഗം കൊണ്ടും അതുപോലെ പേഴുങ്കണ്ടത്തേക്ക് പോകുന്ന ആ സൈഡും അതും കൂടെ പൂർണ്ണമായിട്ടും ഫെൻസിങ് ഇട്ടാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ആനശല്യത്തിൽ നിന്നും ഒരു പരിധി വരെ രക്ഷ നേടുവാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം മറ്റപ്പള്ളി ഭാഗത്ത് കാട്ടാന രാത്രിയിൽ ഇറങ്ങിയിരുന്നു. ഈ ഭാഗത്ത് ഫെൻസിംഗ് ഉണ്ടായിരുന്നതിനാൽ ജനവാസ മേഖലയിലേക്ക് കാട്ടാന എത്തിയില്ല. എന്നാൽ 5 ദിവസം മുമ്പ് കാവടിക്കവല ഭാഗത്ത് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി കൃഷിയിടത്തിലെത്തി വാഴകളടക്കം കാട്ടാന നശിപ്പിച്ചു പോകുന്ന സാഹചര്യമുണ്ടായി. കൂടാതെ ആളുകൾ സഞ്ചരിക്കുന്ന വഴിയിലും കാട്ടാന ഇറങ്ങി. കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതോടെ ഇവിടുത്തെ ആളുകൾ ഭീതിയോടെയാണ് കഴിയുന്നത്. വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാട്ടാന ഇറങ്ങുന്ന സമയം സ്ഥലത്തെത്തി പടക്കം പൊടിച്ചും മറ്റും ആനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടുന്നുണ്ടെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കാട്ടാനകൾ തിരികെ എത്തുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് നാട്ടുകാർ പറയുന്നു. കാട്ടാനയെ കൂടാതെ പെരുമ്പാമ്പ് അടക്കമുള്ള ഇടജന്തുക്കളും വീടുകളിലേക്കും പറമ്പുകളിലേക്കും എത്തുന്നതായി ആളുകൾ പറയുന്നുണ്ട്. വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഈ മേഖലകൾ പൂർണ്ണമായും ഫെൻസിംഗ് സ്ഥാപിച്ച ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.